അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ളത് നമ്മുടെ ചിരട്ടയാണ് കേട്ടോ. ചിരട്ടയാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. നമ്മൾ തേങ്ങയ്ക്ക് ചിരകിയിട്ട് ചിരട്ട ചിലരൊക്കെ വെറുതെ എടുത്ത് കളയാറാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ തൂക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യാഷായി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ചിരട്ടയിൽ നിന്ന് വെറുതെ എടുത്ത് കളയരുത്. അതുപോലെ തന്നെ നമുക്കിതുപോലെ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കാനായിട്ടും നമുക്ക് ചിരട്ടയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മണ്ണെണ്ണയൊന്നും ഒഴിച്ച് കത്തിച്ചെടുക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കനലാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് ഭസ്മമായി പോകരുത് കേട്ടോ. നമ്മൾ കത്തിച്ചെടുക്കുമ്പോൾ ചെറിയ ആ ഒരു കനൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടണം. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാകുമ്പോഴത്തേക്ക് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ട കത്തിക്കുമ്പോൾ ഒരുപാടങ്ങ് ഭസ്മമായി പോയാൽ നമുക്കത് ആ ഒരു കരി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ ഒരു അളവിൽ വേണം ഇത് കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചിരട്ടയുടെ എന്തെങ്കിലും നന്നായിട്ട് അത് കരിഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കനലൊക്കെ അതിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല പൗഡർ ഫോമിൽ തന്നെ കിട്ടിയതുകൊണ്ട് ഇത് അരിച്ചെടുക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പെട്ടെന്നൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ഒരു സമയത്ത് നമുക്ക് ഡൈ ചെയ്യാതെ നമ്മുടെ നരച്ച മുടിയൊക്കെ ഒന്ന് മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ നെറ്റിയുടെ ഭാഗത്തും മീശ, താടി ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ നരകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം പൈസ ചിലവൊന്നും ആവശ്യമില്ല. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് കേട്ടോ. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ പൊടിച്ചെടുത്തതിൽ നിന്ന് നമുക്ക് കുറച്ച് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടിച്ചെടുത്ത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്നത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ജാസ്മിൻ്റെ നോൺ സ്റ്റിക്കിയുടെ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഈ ഒരു ഓയിലാകുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലൊന്നും ആ ഓയിലിൻ്റെ ഒരു അംശം ഉണ്ടാകുക ഒന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്ക് ഓയിൽ നമ്മൾ വാങ്ങി വെച്ചിരുന്നാൽ നമുക്കിതുപോലെ ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നാളത്തേക്ക് നമുക്കിത് വെച്ചിരുന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം നമ്മളിതുപോലെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളല്ലാത്ത കോക്കനട്ട് ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിയിലൊക്കെ ആ ഒരു സ്റ്റിക്കിനെസ് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. പക്ഷേ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരമൊക്കെ നമ്മുടെ മുടിയിൽ അതുണ്ടാകും. പക്ഷേ പെട്ടെന്ന് തന്നെ മുടിയിലിത് അബ്സോർവ് ചെയ്യും കേട്ടോ. നമുക്ക് നരിച്ച മുടിയിൽ നെറ്റിയുടെ ഭാഗത്തും താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ നമുക്ക് പൈസ ചിലവ് വരുന്നത് ഈ ഒരു 20 രൂപയുടെ ഈ ജാസ്മിൻ്റെ നോൺ സ്റ്റിക്ക് ഓയിൽ വാങ്ങുന്നതിൻ്റെ പൈസ മാത്രമേ നമുക്ക് ആകത്തുള്ളൂ കേട്ടോ. കാരണം ചിരട്ടയൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിൽ തന്നെ കണ്ടോ. അപ്പോൾ നമുക്ക് ആ ചിരട്ട ഒന്ന് കരിച്ചെടുക്കുന്ന ആ ഒരു ടൈം അത്രയും നമുക്കിത് വേണ്ട കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് നാളിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ചെറിയ ബ്രഷൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ മസ്കാരയുടെ ബ്രഷൊക്കെ വെച്ചിട്ട് നമ്മുടെ നരിച്ച മുടിയൊക്കെ ഉള്ള ഭാഗത്ത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് മുടിയിൽ അബ്സോർവ് ആകും. അപ്പോൾ നമുക്ക് കോമ്പ് വെച്ചിട്ട് ചെയ്യി നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വന്ന് നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും അത് പോകും കേട്ടോ. കാരണം വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി വീണ്ടും ആ പഴയ കളറിലേക്ക് തന്നെ വരും. കാരണം ഇതൊരു പെർമനൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല കേട്ടോ. തൽക്കാലത്തേക്ക് നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ മുഖത്തോ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ തലയിലൊക്കെ ഒന്ന് തൊടുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ഇതാവുമോ, അല്ലെങ്കിൽ തലയിൽ സ്കാർഫോ തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ അതിലൊക്കെ ആവുമോ, ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിലൊക്കെ ആവുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയൊന്നും ആകത്തില്ല കേട്ടോ. നിങ്ങളിത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ജാസ്മിൻ്റെ ഹെയർ ഓയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ വാസ്ലിനോ എന്ത് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ജെൽ കൺസിസ്റ്റൻസിയിലാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഒരുപാട് പൈസ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതൊന്നും അല്ല, നമുക്ക് ഈ ഓയിലും അല്ലെങ്കിൽ അലോവേര ജെല്ലോ വാസ്ലിനോ അങ്ങനെ ഒന്നും മിക്സ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പൊടി മാത്രം എടുത്തിട്ടും നമുക്ക് മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ.
നല്ല ബ്ലാക്ക് കളറിൽ തന്നെ ഇരിക്കും. ചെറിയ റിസൾട്ടൊക്കെ കിട്ടും. കാരണം ഒരുപാട് നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പക്ഷേ ചെറിയ ചെറിയ നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി മാത്രം എടുത്തിട്ട് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ഒരുപാട് പൊഴിഞ്ഞു പോയിട്ട് നമുക്ക് സ്കാൽപ്പൊക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും ചിലർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടിയിൽ നിന്ന് ഇതുപോലെ കുറച്ച് പൊടി എടുത്തതിന് ശേഷം, ഒരുപാട് എടുക്കരുത് കേട്ടോ, വളരെ കുറച്ച് അളവിൽ മാത്രം എടുത്തതിന് ശേഷം നമ്മുടെ ആ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കാൽപ്പൊക്കെ ഒരുപാട് വിസിബിളായിട്ട് കാണുന്നതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ആ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്